ഹലോ. അപ്പോൾ നമ്മുടെ അടുത്ത പവിത്രം സീരിയൽ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ വീഡിയോ ആണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്നത് നമ്മുടെ നന്ദിനി അവിടെ കിടന്നങ്ങോട്ട് വലിയ പെർഫോമൻസ് ആണ്. ഞങ്ങൾ വഴിയാധാരമായിട്ട് ഇറങ്ങേണ്ടി വന്നില്ലേ, നിങ്ങളെല്ലാം കാരണമല്ലേ. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് മാഷിൻ്റെ കൂടെ പറയുകയാണ്, അഭിമാനിയാണ്, ആ അമ്മയുടെ പൂത്ത കാശുണ്ട് അത് അമ്മയുടെ കയ്യിൽ, എന്നാൽ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് എങ്ങനെയെങ്കിലും കടം തീർക്കുക എന്നുള്ളതല്ല അഭിമാനം എന്നും പറഞ്ഞിങ്ങനെ നന്ദിനി കിടന്നങ്ങ് പ്രസംഗിക്കുകയാണ്. ഇതെല്ലാം കേട്ടും ക്ഷമിച്ചും മാഷ് ഒരൊറ്റ പൊട്ടിത്തെറിയോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. നിർത്തടി വാടക്കിടി എന്നുള്ള രീതിയിൽ മാഷ് അങ്ങോട്ട് ഷൗട്ട് ചെയ്യാണ്. ഇത് പിന്നെ നന്ദിനി ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ എന്നും പറഞ്ഞാൽ അവൾക്ക് വലിയ കൂസലൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഞാൻ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി കൂട്ടിക്കുഴച്ച് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതൊക്കെ. അത് ഞാൻ ചിലപ്പം കത്തിക്കും, ഇടിച്ച് കളയും, ഇടിച്ച് നിരത്തും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണിക്കും. അതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? അതിന് വേണ്ട എൻ്റെ മക്കളുടെ അച്ചിമാൽ അതിന് വേണ്ടി ഒരുങ്ങണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാഷ് അങ്ങോട്ട് ഷൗട്ട് ചെയ്യുകയാണ്. എന്നിട്ട് കയറിപ്പോടാന്നും പറഞ്ഞിട്ട് വിനായകൻ്റെ നേരെ കൈ പോകും മാഷ്. അപ്പം വിനായകൻ നന്ദിനിയെ കൂടെ വിളിച്ചുകൊണ്ട് പോകും. കാരണം ഇനി ഇവിടെ നിന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കും എന്നുള്ള കാര്യം വിനായകൻ ഉറപ്പായിരുന്നു. ഇത് കേട്ട് ശ്രീജയ്ക്കും വിഷമമായി അവളും കയറിപ്പോൾ. കമല അവിടെ നിന്ന് ചങ്ക് പൊട്ടി വിഷമിച്ച് കരയാണ്. കാരണം വെച്ചാൽ ഒരു വശത്ത് മോനും മരുമോളെയും കാണാനില്ല, അതിൻ്റെ സങ്കടം. മറുവശത്ത് കോടതി ജപ്തി നടപടിയായിട്ട് നോട്ടീസ് കൊണ്ടുവന്ന് ഒട്ടിച്ചതിൻ്റെ രംഗം. ഈ നോട്ടീസിലോട്ട് നോക്കി മാഷ് അങ്ങോട്ട് ഹൃദയം പൊട്ടി തകർന്ന് അവിടെ അങ്ങ് ഇരുന്ന് പോകുന്ന രംഗമാണ് പിന്നെ കാണിക്കുന്നത്. എൻ്റെ കമലേനെയും ചേർത്ത് നിർത്തിയിട്ട് മാഷി പറയും, നിന്നെ ഞാൻ ഒരാക്കടെ മുന്നിലും കൈനീട്ടാൻ വേണ്ടി ഞാൻ വിടില്ല കമലം. എനിക്കുള്ള തുച്ഛമായ പെൻഷനോ അല്ലെങ്കിൽ വല്ലവരുടെയും പറമ്പിൽ പോയി ഞാൻ കൃഷിപ്പണി എടുത്തിട്ടാണെങ്കിലും നിന്നെ ഞാൻ ഒരാളുടെ മുന്നിലും കൈനീട്ടാൻ ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് കമലേനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാഷ് കമലേനെയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആ ഹൃദയം പൊട്ടി പരസ്പരം ആശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ പിന്നെ കാണുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെ വേദയാണ്. കാടിൽ രണ്ടുപേരും കൂടെ റോഡ് കണ്ടെത്തി പിടിച്ച് എങ്ങനെയെങ്കിലും വീടെത്താനുള്ള എങ്ങനെ എസ്കേപ്പ് ആവും എന്നുള്ളത് ഓർത്ത് അവർ കുറേ നടക്കുകയും ഓടുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കാണ് അവർ അവിടെ ഒരു അമ്പലം പോലെയൊക്കെയുള്ള ഒരു സ്ഥലം കാണുന്നത്. അവിടെ എന്തായാലും മനുഷ്യർ വന്നു പോണു എന്നുള്ളത് അവർക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ പൂജ നടന്നതായിട്ടും പൂക്കളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും വേദ പറയുന്നുണ്ട്, അപ്പോൾ എന്തായാലും ഇവിടെ മനുഷ്യർ വന്നു പോയിട്ടല്ലേ വിക്രം, എന്തായാലും മൃഗങ്ങളൊന്നും ഇവിടെ പൂജ നടത്തില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ നമുക്ക് അവർ വന്ന ചെറിയ വഴി നമുക്കൊന്ന് പോവാം, അപ്പോൾ എങ്കിൽ നമുക്ക് ചിലപ്പോൾ എത്താൻ പറ്റുമായിരിക്കും എന്ന് പറയാം. എന്നാൽ വിക്രം പറയും, വാ നമുക്ക് എന്നാൽ പോവാം എന്ന് പറയാം. അപ്പം വേദ പറയും, എന്തായാലും നമ്മളെ വഴി കാണിച്ചു തരുന്നത് ഈ ഒരു അമ്പലം പോലത്തെ പ്രതിഷ്ഠയാണല്ലോ, അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. അപ്പോൾ ഇവിടുത്തെ വഴിപാട് പൂക്കളാണ്, അപ്പോൾ നീ ഇപ്പോൾ വിക്രം കുറച്ച് പൂ പറിച്ചുകൊണ്ട് വരാൻ പറയാം. അപ്പോൾ അവൻ ചോദിക്കുന്നത്, എനിക്കിത് എന്താ പറ്റും, ഇവിടെ വല്ല ഹണിമൂണിന് വന്നേക്കാണ്, നമുക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാം, എൻ്റെ പൊന്നു വിക്രവും നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോവാം. എടി അവന്മാരെ കണ്ണിലെങ്ങാനും പെട്ട ബാക്കി ഉണ്ടാവില്ല എന്നൊക്കെ വിക്രം പറയുന്നുവെങ്കിലും വേദ പറയും, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അത്രത്തെ കേസേ ഉള്ളൂ വിക്രം, നീ ഇപ്പോൾ കുറച്ച് പൂ പറിച്ചോണ്ടോ, ഞാനിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് വിക്രമിനെ വിടുന്നത്. വിക്രം തിരിയും. അപ്പോഴേക്കും വേദ അവിടെ ഇരിക്കാൻ വേണ്ടി പോകുന്നത് ഒരു പാമ്പിനെ കാണും. പാമ്പിനെ കണ്ടതും വേദ ഒരൊറ്റ ചാട്ടം ഓടി ചെന്ന് വിക്രമിൻ്റെ പുറത്ത് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് നിൽക്കുന്ന രംഗമാണ്, പേടിച്ചിട്ട് പാമ്പിനെ കണ്ടതിൻ്റെ. എന്നിട്ട് അവൻ ചോദിക്കും, കുറേ നേരം ഒരു ഇമോഷനല്ല, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷനാണ് അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും ഒരു പാട്ട് ഇങ്ങനെ തുടങ്ങണതിൻ്റെയൊക്കെ രംഗങ്ങളാണ്. എന്നിട്ട് വിക്രം ചോദിക്കും, ഇനി പൂ പറിക്കാൻ പോകണോ, വേണ്ട നമുക്കെന്നാൽ പോവാന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കണതും വേദ നിന്നതിൻ്റെ നേരിയായിട്ട് ആ ഗുണ്ടകൾ അവരെ കാണുകയാണ്. അപ്പോൾ വിക്രം അവർ വന്നു എന്ന് പറഞ്ഞതും വിക്രം പെട്ടെന്ന് തന്നെ വേദേനെ അവിടെ നിന്ന് മാറി നിൽക്കുന്നു പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഒരു വടി എടുത്തുകൊണ്ട് വിക്രം നേരെ അങ്ങോട്ട് കുറച്ച് മാറി പോകുമ്പോൾ അവന്മാരെല്ലാവരും കൂടെ വിക്രമിൻ്റെ പുറകെയാണ് പോകുന്നത്. എന്നിട്ട് അവിടെ വെച്ച് സ്റ്റണ്ട് ഉണ്ടാവുക, 3 പേരുണ്ട്, 3 ഗുണ്ടകളുമായിട്ട് വിക്രം ഭയങ്കര സ്റ്റണ്ടാണ്. ആ സ്റ്റണ്ട് നടത്തി അതിലൊരു ഗുണ്ടയ്ക്ക് വിക്രമിൻ്റെ അവന്മാർ തന്നെ കൊണ്ടുവന്ന ഒരു വാള് പോലത്തെ സംഭവമാണ്, അതിൻ്റെ കൈ കൊണ്ട് ഒരു ഗുണ്ടയ്ക്ക് പരിക്ക് പറ്റി അവസാനം വിക്രം അവിടെ നിന്ന് അവരെ കണ്ണിപ്പെടാണ്ട് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ വേദ വിക്രമിനെ കണ്ടിട്ടില്ല, വേദ ഒരു സ്ഥലത്തും വിക്രം ഇപ്പോൾ ഒരു സ്ഥലത്തുമാണ് ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ കാണിച്ചിരിക്കുന്നത്. പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ മാഷിൻ്റെ വീടാണ്. അവിടെ നമ്മുടെ വിനായകന് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി ഓടിക്കൊണ്ടുവരികയാണ്. ഒരു 5 മിനിറ്റത്തേക്ക് വിനായകേട്ടനൊന്ന് പുറത്തു വന്നേ, എടി എന്താ കാര്യം പറയാം, വാന്നേ ഞാൻ വരവ് പറയാം, അതെ പിന്നെ
വർഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് പുറപ്പെട്ട് ഇവിടെ എത്താറായെന്നാണ് പറഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങോട്ട് വന്ന് 2 കൊടുത്തേക്കാൻ പറഞ്ഞു. വേദയെ കാണാത്തതിൻ്റെ ഇല്ല. നീ എന്തിനാ അങ്ങനെ പറയാൻ പോയെന്ന് വിനായകൻ ചോദിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ കിളവന് ചില്ലറ അഹങ്കാരമൊന്നുമല്ലല്ലോ, ഒന്ന് കിട്ടട്ടെ, തളർന്നിരിക്കുന്ന സമയത്ത് വേണമായിരുന്നു എന്ന് വിനായകൻ ചോദിക്കുന്നുണ്ട്. തളർന്നിരിക്കുമ്പോഴാണ് ശത്രുക്കളെ നേരിടാൻ നമുക്ക് എളുപ്പമെന്നും പറഞ്ഞുകൊണ്ട് അവളെ കുരുട്ട് അവളുടെ ചീഞ്ഞ മനസ്സാണല്ലോ, ആ രീതിയിൽ അവൾ മാഷിനെ എത്രത്തോളം ഇതാക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ ചിന്തിച്ച് നടക്കുന്നവളാണ് അവൾ. അപ്പോൾ അവർ വർഷയുടെ അടുത്ത് പറഞ്ഞു വന്ന് 2 കൊടുക്ക് വർഷ, നിങ്ങളെല്ലാവരും വാന്നും പറഞ്ഞുകൊണ്ട് ഈ നന്ദിനി എന്നെയാണ് അവരെ ചട്ടം കെട്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടെത്തിച്ചത്. അപ്പോഴേക്കും ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കാറിൻ്റെ ഒരു ഹോൺ കേൾക്കണം. അതേ അവരെത്തി, വാ വിനായകേട്ടാന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ചുകൊണ്ട് ഉമ്മറത്തോട്ട് ചെല്ലുമ്പോൾ മാഷ് വരെയാണ്. ഇതാരാണെന്ന് പറഞ്ഞിട്ട് കയറിയിരിക്കും, ഞാനിപ്പോൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് വർഷയുടെ അടുത്ത് പറയും. അപ്പോൾ വർഷ പറയും ഞാനും ശ്രീകാന്തേട്ടനും വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് മര്യാദ കുറവാണല്ലോ, ഇങ്ങനെയാണോ എന്നൊക്കെ പഠിപ്പിച്ച ആളിപ്പോൾ ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യണേ, ഇറങ്ങിപ്പോവാണോ ചെയ്യണേ എന്നുള്ള രീതിയിൽ വർഷ സംസാരിക്കുകയാണ്. അപ്പോൾ മാഷ് പറയും എന്താണ് പറഞ്ഞോളൂ. അപ്പോൾ ഇവിടെ നിന്ന് വേദ വിക്രമം എങ്ങോട്ടാണ് പോയിക്കണേന്ന് ചോദിക്കുക. അപ്പോൾ കമലം പറയും അമ്മയും മുത്തശ്ശിയും വന്നപ്പോൾ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഷ, ഞങ്ങൾക്ക് അറിയില്ല, മോളെ തേടിയാണ് വിക്രം പോയിക്കണത്, അവളെയും കൊണ്ട് വരും വിക്രം. ആർക്കറിയാം വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞ സ്ഥിതിക്ക് വേദയെ എന്തെങ്കിലും ചെയ്തു എന്ന് എങ്ങനെ അറിയാം. അപ്പോൾ മാഷിനും കമലയ്ക്കൊക്കെ ദേഷ്യം വരും. എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്, ഒരിക്കലും എൻ്റെ മോൻ അങ്ങനെ ചെയ്യത്തില്ല, അവളെ രക്ഷിച്ചു കൊണ്ടുവരും തന്നെ പറഞ്ഞു. കണ്ടറിയാം, എന്തായാലും മാൻ മിസ്സിങ് കേസ് ഉണ്ടായിട്ട് നിങ്ങൾ എന്താണ് ഇത് കോടതി പോലീസിലും കംപ്ലയിൻറ്റ് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ മാഷി പറയും ഞങ്ങൾ അന്വേഷിച്ച് ആളെ കിട്ടും. വിനായകൻ പറയും അതിൻ്റെ ആവശ്യം വന്നില്ല, ചിലപ്പോൾ അവരെ കിട്ടുകയാണെങ്കിൽ പിന്നെ കേസിനും വടക്കിലൊന്നും പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പറഞ്ഞതെന്നും പറഞ്ഞ് വിനായകൻ പറയും. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ കാണിച്ച് ശരിയായാലും ഞങ്ങൾക്ക് തീരുമാനം കിട്ടണം, വേദ എവിടെയാണ് എന്നുള്ള തീരുമാനം കിട്ടണമെന്ന് പറയാം എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്ന സമയം വിനായകനും ദേഷ്യപ്പെടും. നിങ്ങളെന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്, ആ കുട്ടിയെ ദ്രോഹിക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് വിനായകനും പറയും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മാഷ വർഷയോട് പറയും നാത്തൂനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഇപ്പോൾ വന്നത്, എന്തായാലും ഒരു കാര്യം ചോദിക്കട്ടെ, കേസ് കൊടുക്കുന്നെങ്കിൽ കൊടുത്തു, എന്നിട്ട് ഈ വീട്ടിലുള്ള ഓരോ വ്യക്തികളെയും കൂടെ ചേർത്ത് കൂട്ടുപ്രതിയാക്കി കൊടുത്തു, ഞങ്ങൾ അന്നേരം പോലീസ് ചോദിക്കുമ്പോൾ കേസ് പറഞ്ഞോളാം. പറഞ്ഞാൽ മതി, ഞങ്ങൾ എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയും. അപ്പോൾ മാഷ് വർഷയുടെ അടുത്ത് ചോദിക്കും അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നത് അവിടുത്തെ ജഡ്ജി വേദയുടെ അച്ഛനും കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഇപ്പം ഇവിടെ വന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നേക്കണേന്ന് ചോദിക്കും. എന്തായാലും നമുക്ക് കാണാം, പോലീസിന് ഞങ്ങൾ കേസ് കൊടുക്കുമ്പോൾ അവിടെ നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി എന്നുള്ള മട്ടിൽ വർഷ മാഷുമായിട്ട് ഇടഞ്ഞിട്ട് തിരിച്ചു പോകുന്ന രംഗമാണ് പിന്നെ കാണിക്കുന്നത്. വിക്രമും ഗുണ്ടകളും തമ്മിലുള്ള പൊരിഞ്ഞ അടി കഴിഞ്ഞിട്ട് വിക്രം അവരെ കണ്ണിപ്പെടാണ്ട് തന്നെ അവന്മാർക്ക് തളർത്തിയിട്ടിട്ട് വിക്രം എസ്കേപ്പ് ആയിട്ടുണ്ട്. പക്ഷെ വേദ വേറൊരു സ്ഥലത്താണ്. അപ്പോൾ വേദ ഇത്രയും നേരമായിട്ട് വിക്രമിനെ കാണാനില്ല, ആകെ ടെൻഷൻ അടിച്ചിട്ട് വേദ വിളിക്കുകയാണ്. വിക്രം വിക്രം എന്ന് പറഞ്ഞ ഒരു വടി ഊന്നി ആ കാടിന് ചുറ്റും കിടന്ന് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പറ്റിക്കാണോ ഈ വിക്രമിന്, അതോ അവന്മാർ പിടിച്ചുകൊണ്ട് പോയോ, അതോ വിക്രം എന്നെ ഇട്ടിച്ച് ഇട്ടിച്ചൊന്നും പോകത്തില്ല, എന്ത് പറ്റി എന്നുള്ളൊരു ടെൻഷൻ കാരണം വേദയ്ക്ക് ആകെ ടെൻഷനായി തുടങ്ങി. എന്നിട്ട് വിക്രം വിക്രം എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾ അവിടെ കിടന്ന് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ പെട്ടെന്ന് ഒരു കടുവയുടെ ഒച്ച പോലെ വന്നിട്ട് വേദയുടെ പുറകെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുക. ശരിക്കും അത് വിക്രമായിരുന്നു, പക്ഷെ വേദ ഞെട്ടിപ്പോവും. പക്ഷെ അവൾ പെട്ടെന്ന് വിക്രമിനെ കണ്ട സന്തോഷവും പിന്നെ കാണാതിരുന്നതിൻ്റെ അത്രയും നേരം അനുഭവിച്ച ആ ടെൻഷനും പേടിയും എല്ലാം കൂടെ ചേർത്തിട്ട് വിക്രമിന് കുറേ തല്ലും ഇടിയൊക്കെ കൊടുത്തിട്ട് കെട്ടിപ്പിടിച്ച് കുറേ നേരം രണ്ടുപേരും കുറച്ച് നേരം റൊമാൻറ്റിക് ആയിട്ട് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവർ ആ ശരിക്കും ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള ഒരു ബന്ധം അവരിൽ തുടങ്ങുകയാണ് അല്ലേ. അതിന് മുന്നേ ആയിട്ടാണെങ്കിൽ അവർക്ക് ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു അവസരം, ഒരു കാടുമായിട്ടുള്ള ഒരു അവസരം കിട്ടിയത് തന്നെ അവർ ഒന്നിക്കാനും മനസ്സറിഞ്ഞ് അവർ മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ വന്നത്. പിന്നെ അവർ കുറേ നേരം പരസ്പരം അങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ നിൽക്കുന്ന, കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന, എല്ലാം മറന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു സോങ്ങാണ്. അപ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ് വരുന്നുണ്ട്. അതോടുകൂടി അവിടെ കാടിൻ്റെ അവരെയും രംഗം അങ്ങനെ നിർത്തിയിട്ട് പിന്നെ കാണിക്കുന്നത് എല്ലാം തകർന്ന് നഷ്ടപ്പെട്ട ഒരു പിതാവായിട്ട് നമ്മുടെ മാഷ് ഒരു കടൽ തീരത്തിരിക്കുന്ന ഒരു രംഗമാണ് പിന്നെ കാണിക്കുന്നത്. അയാൾ പല കാര്യങ്ങളും ഓർത്ത് ഇനി എന്ത് ചെയ്യും, മകനെയും മരുമകളെയും കാണാനില്ല, സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുമോ, എന്തെങ്കിലും വഴി ഉണ്ടാകുമോ, മറ്റുള്ളവരുടെ മുന്നിൽ ഇന്ന് വരെ മാഷ് കൈ നീട്ടിയിട്ടില്ല, സ്വന്തം അമ്മയുടെ മുന്നിലാണെങ്കിൽ പോലും കൈ നീട്ടാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും, കമലയും മക്കളെയും അവരൊക്കെ എല്ലാവരും ഇറങ്ങി പോകേണ്ട അവസ്ഥ വരുമോ, ഇതൊക്കെ ഓർത്ത് അദ്ദേഹം മനസ്സ് നൊന്ത്
കുറേ നേരം ഒറ്റയ്ക്കൊന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കടൽ തീരത്ത് പോയിരുന്ന് ഓർത്തിരിക്കുന്ന ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നത്. എന്തായാലും കുറേ നല്ല സീനുകൾ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. പക്ഷെ കൂടുതലും നമ്മുടെ മാഷിൻ്റെ ആ ഇമോഷൻ സീന് നമ്മളെ വല്ലാണ്ട് മനസ്സിനെ ഉലർത്തുന്ന ഒരു സീൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ നാളെ വരാൻ പോകുന്ന എപ്പിസോഡായിട്ട് ഞാൻ നാളെ വരും. അപ്പോൾ എന്തായാലും ഇന്ന് ഇതൊക്കെ ഒന്ന് കേട്ട് എങ്ങനെയൊക്കെ ഉണ്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.